പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ദാക്ഷായണി തിരുമേലി മഠത്തിൽ ഈ ദാക്ഷായണി ആരാന്നറിയോ മോനെ നിനക്ക്? അതെ, സൂചനയുടെ ഫോണിൽ ഒന്നുകൂടെ കിട്ടുന്നവരെ നമുക്ക് യാത്ര തൽക്കാലത്തേക്ക് നീട്ടി വെച്ചുകൂടെ? നടക്കില്ല, എല്ലാവരും പോലെ. മലയിൽ നീലക്കുടുവേലി ഉണ്ടെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ആവു, എനിക്ക് പോയിട്ട് എന്നാ ടൈം വേഗം മത്തായിച്ചേട്ടൻ്റെ വാഴത്തോപ്പിലോട്ട് പോവാം. വണ്ടി എടുക്ക്, ഇവിടെ തീ പിടിച്ചിട്ടില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങളോട് സംസാരിച്ചിരുന്നോ? ഞാൻ മുങ്ങിട്ട പണ്ടാകാലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. മറ്റേ ആരും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഈ രൂപം കണ്ടുപരിചയമുണ്ടല്ലോ. സൂചനേട്ടൻ നേരിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. ഓ, നിങ്ങൾ ഫുഡ് കഴിക്കുമായിരുന്നോ? ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ അല്ലേ? തിന്നു തീർന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒന്നാമത് ഈ മാസത്തെ റേഷൻ തീർന്നിരിക്കുമായിരുന്നു. അല്ല, സൂചനേട്ടൻ എന്താ നേരിട്ട് വന്നേ? ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലോ. ശരിയാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ സൂചനേട്ടാ? അങ്ങനെ ചോദിച്ചാൽ പ്രശ്നമാ. ഞാൻ അവിടത്തെ കുറിച്ച് കുറെ ഞെട്ടിക്കുന്ന ഡീറ്റെയിൽസ് അറിഞ്ഞു, അതൊന്ന് ഷെയർ ചെയ്യാന്ന് ഓർത്താ വന്നേ. ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഞെട്ടിക്കുന്നതോ? അതെ, ഇതറിയാതെ നിങ്ങൾ പോയി വല്ല മണ്ടത്തരത്തിലും ചാടുന്നല്ലോ എന്ന് ഓർത്താ ഞാൻ തന്നെ നേരിട്ട് ഇങ്ങ് പോന്നെ. ചേട്ടൻ കുറച്ച് ലേറ്റ് ആയി ഒന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ഭാഗത്തേക്ക് ഇരിക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ സൂചനയുടെ വരണ വരെ വെയിറ്റ് ചെയ്യാന്ന്. ജൂണല്ലായിരുന്നോ തിരക്ക്? അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സംഭവിക്കാനുള്ള സംഭവിക്കും. സംഭവാമി യുഗേ യുഗേ എന്നാണല്ലോ. ഭാഗത്തേക്ക് ഇരിക്കാം. എന്നാ പിന്നെ ഞാൻ ബെഡ്റൂമിൽ ഇരുന്നോളാം. അല്ല, അതെന്തിനാണാവോ? അല്ല, നിങ്ങൾ സംസാരിച്ചിരുന്ന സമയം കൊണ്ട് എനിക്കൊന്ന് ഉറങ്ങി എഴുന്നേക്കായിരുന്നു. ആടാ, എല്ലാത്തിനെയും ഞാൻ ഉറക്കുന്നുണ്ട്. നടക്കങ്ങോട്ട്. ചിന്നേട്ടൻ കലിപ്പില്ല. അവന്റെ ഒരു ഉറക്കം. വാ ചിന്നേട്ടാ. അല്ലടാ, അവന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത് എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ. അപ്പൊ നമ്മുടെ വിഷയം ദാക്ഷായണി മഠം അല്ലേ? എവിടുന്നാ ഇപ്പൊ തുടങ്ങാ? ഈ ദാക്ഷായണി ആരാന്ന് അറിയാന്നല്ലേ ചേട്ടൻ പറഞ്ഞേ? എന്റെ ഒരു അന്വേഷണത്തില് അവരിപ്പോ ജീവിച്ചിരിപ്പില്ല. പക്ഷെ ആ മഠം ഇപ്പൊ നടത്തുന്നത് വേറൊരു സ്ത്രീ. ഏത് സ്ത്രീ? അവരുടെ കൊച്ചുമോള് മിന്നു. ദേ ഈ പെണ്ണ്. എടാ കുക്കി നോക്കിയേ. ഏത് ചേച്ചി? നിങ്ങൾക്കറിയാവോ ഈ പെണ്ണിനെ? ഞങ്ങളാരും അറിയാതെ എന്താടാ കൂടെ ആണോ ഒപ്പിച്ചു വെച്ചേക്കുന്നത്? ഇതിനൊരു അന്ത്യമില്ലേ? നിങ്ങൾക്ക് എന്താ ഞങ്ങൾ എത്ര സംശയം? ഞങ്ങളെത്ര ഡീസന്റ് പിള്ളേര് വേറെ ഇല്ല എന്നാ എല്ലാരും പറയുന്നത്. ആര് പറഞ്ഞു? ഞാൻ കേട്ടില്ലല്ലോ. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ആരാന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ജിബിനേട്ടാ. ഓ, ഇത് ദുബായിലെന്ന് നമ്മുടെ റൂമിന്റെ അപ്പുറത്തെ റൂമിൽ ഒരു സുന്ദരി പെണ്ണുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അവളാ? അതേത് പെണ്ണ്? ഞാൻ കണ്ടതായിട്ട് പോലും ഓർക്കുന്നില്ലല്ലോ. ഞാനും നിങ്ങൾ മറക്കും, പക്ഷെ ജിന്നേട്ടനോ ഒന്ന് ഇരുത്തി ചിന്തിച്ചോക്കെ അപ്പൊ ഓർമ്മ വരും. ഇവൻ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? മറക്കാൻ പറ്റുമോ? അമ്മാതിരി പണിയല്ലേ ഇവളുടെ പേരിൽ ഇവന്മാരെനിക്ക് തന്നത്. നമ്മക്കെന്ന് പറഞ്ഞില്ലേട്ടാ, ഇത് ഓർക്കുമ്പോ തന്നെ ഇവന്മാർ എലിക്കിടി വിചാരിച്ച് പൊട്ടിക്കാനാ തോന്നുന്നത്. ഒന്നും ചെയ്യാതിരുന്നൂടെ? ഓ, ഇവളെ നിങ്ങൾക്കറിയാവോ? അപ്പൊ കാര്യങ്ങൾ എളുപ്പമായല്ലോ. എന്റെ ചേട്ടാ, അവൾക്കുള്ള കല്യാണാലോചന വല്ലതാണോ? അങ്ങനെയാണെങ്കിൽ ഒറ്റത്തടികൾ ഇവിടെ ഉണ്ട് 5 5 പേരെ കേട്ടാ അവരെന്തോന്നു പാഞ്ചാലിയോ? ഇതെന്തോ വേണ്ട, ഉത്തര സ്വയംവരായിക്കോട്ടെ. അപ്പൊ അവൾക്ക് ഇഷ്ടമുള്ള ആളെ അവൾക്ക് തന്നെ എടുക്കാലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ ചാൻസ് പോയി. അവർക്കാണെങ്കിൽ എന്നെ ഓൾറെഡി പരിചയമുണ്ട്, എനിക്കാണെങ്കിൽ നിങ്ങളെക്കാൾ സൗന്ദര്യമുണ്ട്. പോടാ, ഞാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ തല്ലി ചാവത്തേ ഉള്ളൂ. വാവ്, ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയ അവസ്ഥ. വേണ്ട ചേട്ടാ, ഇത് ശരിയാവൂല. ഈ കുട്ടീനെ ക്യാൻസൽ. പണി കിട്ടി തേഞ്ഞിരിക്കുന്ന പിള്ളേരാണെന്നൊരു പരിഗണന ഉണ്ടായിരുന്നു, അത് പോയി കിട്ടി. ഓ, ഒന്നും മിണ്ടാതിരിക്കട്ടെ, മനുഷ്യനെ നാണം കെടുത്താതെ. സൂചനേട്ടൻ കാര്യം പറ. ഇവളെ ഒന്ന് കൈ കിട്ടാൻ കാത്തിരിക്കുവായിരുന്നു ഞാൻ. 2 വർഷം മുമ്പ് ഈ മൂദേവി എന്റെ ഹൃദയം ഉണ്ടല്ലോ ഇങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് പോയത്. സിംഗിൾ ജീവിതം ജീവിച്ച് ബോറടിച്ചിരിക്കണം, ഞങ്ങളോട് എന്തിനൊക്കെ പറയണേ? അന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന ATM കാർഡും പൈസ അടിച്ചെടുത്തോണ്ട് ഒറ്റ മുങ്ങൽ മുങ്ങിയതാ. പിന്നെ ഇപ്പഴാ ഇവള് പൊങ്ങുന്നേ. സോറി ചേട്ടാ, ഞങ്ങളോട് പൈസ ചോദിക്കാനൊന്നും കാര്യമില്ല. ചുമ്മാ അരിയടാ, വല്ല 5 10 വേണമെങ്കിൽ നമുക്ക് റിവാർഡിന് എടുത്ത് കൊടുക്കാമല്ലോ. ആ കുക്കിയുടെ ഷെയർ ഒന്ന് കൊടുക്കാം, എന്റെ പട്ടി കൊടുക്കും. ഓ, ഇവന്മാരെന്നെ ഒരു കൊലപാതകി ആക്കുമല്ലോ ഈശ്വര. നോ, പേഷ്യൻസ് വേണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. എടാ, സൂചനേട്ടന് വിഷമമായി തോന്നുന്നു. നമുക്ക് കുറച്ച് പൈസ കൊടുത്തേക്കാം. അത്ര വിഷമമാണെങ്കിൽ ഷെയർ എടുത്ത് സൂചനേട്ടന് കൊടുത്താം.
എടാ ചേട്ടൻ വിചാരിക്കും നമ്മൾ എച്ചുകളാണ്. ആണല്ലോ, ഞാൻ കൊടുക്കത്തില്ല, ഞാൻ ഒട്ടും കൊടുക്കും. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലടാ, മട ഒരു തട്ടിപ്പ് കേസാണ് പൊട്ടന്മാരെ. മനസ്സിലായിന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ കൊന്നേനെ വന്മാരെ ഞാൻ. കുറച്ചുകൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ നമ്മുടെ 50 ലക്ഷം ഒറ്റയ്ക്ക് വിഴുങ്ങിയേനെ. ഒറ്റയ്ക്കല്ല, അവക്കൊരു ആങ്ങളയുണ്ട്. അവനാണ് എന്നെ തലക്കടിച്ച് ബോധം കെടുത്തിയത്. ഏതവനാണ് അവൻ? എന്തോ ഒരു വൃത്തിയായിട്ട പേരാ, എന്തോ ബോക്സിയോ ചാൻസിയോ, കിട്ടുന്നില്ലല്ലോ. ചേട്ടാ അവന്റെ പേര് ജാക്സൺ എന്നൊന്നും അല്ലല്ലോ അല്ലേ? അയ്യോ അവൻ തന്നെ. അവന്റെ ഒരു തിരുമേനിയും പഴങ്കഥയും ഞാൻ അപ്പോഴേ തിരുമണ്ടമാരോട് പറഞ്ഞതാ വേണ്ട വേണ്ട. അപ്പൊ തിരുമേനി ചതിച്ചോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എടാ കുക്കിക്കുരിപ്പേ, നീ അയാളെ പറ്റി എവിടെ അന്വേഷിച്ചു എന്നാണോ പറഞ്ഞേ? അത് കുടുംബത്തിൽ പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാൽ അയാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ. എന്നിട്ട് എന്താണോ നീ അത് അന്ന് പറഞ്ഞു തൊലിക്കാഞ്ഞേ? അത് പിന്നെ ഞാൻ ഓർത്ത അയാളെ കണ്ടുപിടിച്ച ക്രെഡിറ്റ് എനിക്കിരുന്നോട്ടെ എന്ന്. നിന്നോട് ഞാൻ എത്ര തവണ ചോദിച്ചൊന്നും വല്ല പിടിയുണ്ടോടാ പുല്ലേ? ഒറിജിനൽ കണിയാൻ തന്നെയാണല്ലോ അല്ലേ? വല്ല കള്ളക്കണിയാനാണെങ്കിൽ ഇയാളെ വിളിപ്പിക്കാൻ വേറെ കണിയാനെ വിളിക്കേണ്ടി വരും. നമ്മുടെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ്. ഞങ്ങൾ ശരിക്കും അന്വേഷിച്ചു, ചുട്ട കോഴി വരെ പറ്റിക്കുന്ന ആളാന്ന് കേട്ടെ. സോറി. അവന്റെ ഒരു കോറി. അല്ല അപ്പൊ കഴിഞ്ഞ ജന്മ കഥയൊക്കെ വെറും ബെഡായി ആയിരുന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ലടാ, തെയ്യത്തെ നരസിംഹന് വേണ്ടി ഞാൻ ഫ്രഷ് ആയിട്ട് വിളംബരം അടിച്ചിറക്കാൻ എന്തേ? ഞാൻ പറഞ്ഞ ഓർക്കത്തിനൊക്കെ ഇനി ആര് സമാധാനം പറയൂടാ? എന്നെ മാത്രം പറയണെന്തിനാ? ജീവനെന്റെ എണ്ണം കൂടെ അല്ലേ എല്ലാം വിളിച്ച് സെറ്റാക്കി. പന്നി നീ എന്നെ വാങ്ങുവേ? അങ്ങാടി തോറ്റിന് അമ്മയുടെ നെഞ്ചെന്ന് കേട്ടിട്ടുള്ളൂ, ഇപ്പൊ കണ്ട്. അപ്പൊ ഇതിൽ ഞാൻ ഒറ്റയ്ക്ക് പെട്ടു. നീ ആരാടാ നോക്കി പേടിപ്പിക്കണേ? നോക്കി പേടിപ്പിച്ചതല്ല, പേടിച്ചിട്ട് നോക്കിയതാ. ആരെ പേടിച്ചിട്ട്? ഒറ്റ എണ്ണത്തിന് നീ വീട്ടിൽ കൊണ്ടുവരുത്. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ, മനസ്സിലായോടാ? എന്നാ ജിന്നേട്ടനെ എങ്ങോട്ടെങ്കിലും പൊക്കോ. എനിക്കിത് കിട്ടണം. കണിയാനെ വിളിക്കാൻ ഏറ്റവും തിരക്ക് കൂടി ചൂടേട്ടനല്ലായിരുന്നു. പണിയിട്ട് കിട്ടി കുഴിയിലേക്ക് എടുക്കാറായി പറയാതെ പറഞ്ഞു പോയതാ. ഇനി അടി പിടിച്ച് കയറണ്ട. ഈ 5 പേരിൽ കാണാൻ വെച്ചേക്കുമല്ല, 1 വയസ്സിന് മൂത്തതായിപ്പോയി. അപ്പൊ ചുരുക്കി പറഞ്ഞ ആ ജാക്സൺ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി അവന്റെ ചേച്ചീനെ വെച്ച് നമുക്ക് മുട്ടൻ പണി തന്നല്ലേ? വാവ്, ഇത്രയും പണിയാവാൻ നമുക്ക് തന്ന സ്ഥിതിക്ക് അവനിട്ട് നമുക്ക് തിരിച്ചു പണിയണ്ടേ? അതെ, നിങ്ങളൊന്ന് നിർത്തുമായിരുന്നെങ്കിൽ എനിക്ക് ഞാൻ വന്ന കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവായിരുന്നു. ഇത്രയൊക്കെ ആയിട്ട് ഇത് തീർന്നിട്ടില്ലേ? അയ്യോ അതല്ല, എന്നെ ചതിച്ചിട്ട് പോയ മുതലിനെ കണ്ടുപിടിക്കാൻ വഴി തെളിച്ചതുകൊണ്ട് എൻ്റെ 5 സ്റ്റാർ ഹോട്ടലിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് 7 കോഴ്സ് ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ സന്തോഷായില്ലേ? ശരിക്കും എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുക. പിന്നെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുക, ഇനിയും മാതിരി പുതിയ വള്ളിക്കെട്ടൊന്നും പിടിക്കല മക്കളെ, പ്രത്യേകിച്ച് എൻ്റെ ഹോട്ടലിലേക്ക് വരുമ്പോൾ. എന്തായാലും സൂചനയായിട്ടൻ അങ്ങനെ പറഞ്ഞേ? ദാമു പോകാം. യെസ് സർ. അവന്മാര് വന്നു പോകുന്നവരെ ഹോട്ടലിന് ഫുൾ സർവൈലൻസ് വേണം കേട്ടോ. അതെന്തിനാ സാർ? വള്ളിക്കെട്ട് ടീംസാ, പോകുമ്പോൾ ഹോട്ടൽ വരെ മറിച്ചിടാനുള്ള സാധ്യതയുണ്ട്. അത്രയും റിസ്ക് എടുത്ത് ആ പിള്ളേരെ വിളിക്കണമായിരുന്നോ സാർ? ഒരു പരോപകാരമല്ലേ, ഇനി വന്ന് ഞണ്ണീട്ട് പൊക്കോട്ടെ. ഇനി സൂചനായിട്ട് നമ്മളെ കിഡ്നാപ്പ് ചെയ്തതാണോ? എടാ, നമ്മൾ വന്ന പുറകെ പണി വരുമെന്ന് അയാൾക്കറിയാം. അതിന് നമ്മളെന്തോന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചോ? നമ്മളാണോ അല്ലേ ആ പെണ്ണിനെ പോലും കണ്ടുപിടിക്കാൻ പറ്റിയ പുള്ളിക്ക്? അതുപോട്ടെ, ഈ കപ്പലണ്ടിയാണോ അങ്ങോട്ട് 7 കോഴ്സ് ഡിന്നർ? ആദ്യം ഫുഡ് വന്ന് ഇത് കുറെ ഉണ്ടല്ലോ, തീർക്കാൻ പറ്റുമോ? ലോറി വിളിക്കേണ്ടി വരുമോ? എന്തിന് ഈ പെരുവയറും കുക്കി ഇവിടെ ഇരിക്കുമ്പോ? ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഞാൻ കഴിക്കും. വളർന്ന കുട്ടികൾ നല്ലോണം കഴിക്കണമെന്ന് ബാലരമയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ പോത്തുപോലെ ഇരിക്കുന്ന ഈ ചെക്കനല്ലേ കുട്ടി. പറഞ്ഞോ? മോന് തോന്നിയതോ? അയ്യോ ജിന്നേട്ടാ, നീ കഴുത്തിൽ പൊടി, ഞാൻ തുടച്ചു തരാം. പൊടിയോ? എവിടെ? ദേ ഇവിടെ. പോയി മോനെ, എന്ത് കാര്യസാധ്യം ഉദ്ദേശിക്കുന്നേ? അതിന് തന്നെ ഞാൻ തുടച്ചോളാം. കാര്യസാധ്യമല്ല, വെറും സ്നേഹം. എടാ, ഹോബിയായിട്ടും കുളമാക്കും. ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് വേണം അയാൾ നിന്നെ വെട്ടി ഇവിടുത്തെ ഷെഫിനെ കറി വയ്ക്കാൻ കൊടുക്കാൻ. പിന്നെ ചോദിക്കാടാ. ഇവന്മാരുടെ ഐഡിയ കാരണം എൻ്റെ ലൈഫ് വീണ്ടും സോൾട്ട് ഇല്ലാത്ത സൂപ്പ് പോലെയാകും. പറഞ്ഞ പോലെ തീരെ ഉപ്പില്ല. ജിന്നേട്ട് സമ്മതിക്കുന്ന എനിക്ക് തോന്നണില്ല. ജൂനേട്ടാ, കുറച്ച് സൂപ്പ് തരുമോ? അതങ്ങനെ ഒരെണ്ണം എന്നാ കൊണ്ടേ കമഴ്ത്ത്. കുറച്ചുകൂടെ മതി, ഇച്ചിരി കൂടെ. മതി, നീ ഇത്രയും കഴിച്ചാൽ മതി. ജിന്നേട്ട, ഈ സുഖ്യം കഴിച്ചു നോക്കിയേ. നീ എന്നെ വല്ലാണ്ട് സുഖിപ്പിക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? എന്ത് കാര്യം? സ്നേഹം എന്നത് ഒരു അനന്ത സാഗരമല്ലേ ജിന്നേട്ടാ? ഇങ്ങനെയാണെങ്കിൽ ഹോബിയായിട്ട് ഒറ്റയ്ക്ക് കാര്യം നടത്തിയെടുക്കും. ഞാൻ ചോദിക്കട്ടെ, ആക്രാന്തം കാണിക്കാതെ ജിമിനെ, സമയമാവട്ടെ. ഇത് വല്ലതും നടക്കുമോ? നാം ജിന്നേട്ടന് നമ്മളോട് കലിപ്പായിട്ടിരിക്കും.
നടത്തിയിരിക്കും. അത്രയ്ക്ക് ദണ്ണുണ്ട് എനിക്ക്. ഇപ്പൊ നടക്കും. ഇങ്ങോട്ട് മനസ്സ് മാറ്റണേലും എളുപ്പം കാണ്ടാമൃഗത്തിന്റെ തോല് പറിക്കാൻ ട്രൈ ചെയ്യുന്നത്. എന്താ നിങ്ങളൊക്കെ ഇരുന്ന് പിറുപിറുക്കണേ? അല്ല, ഈ മോമോ തരട്ടേന്ന് ചോദിക്കാനായിരുന്നു. ആയിട്ടോ, മേണീസ് ഇല്ലേ? എന്താന്ന് വെച്ചാൽ അയാളെ തൊള്ളയിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ. നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കല്ലേ ജിമി. ഈ പ്ലാൻ വർക്കാവും ഉറപ്പാ. ശരിയാ, വർക്കാവും. അതായത് പണിയാവും. നന്ദിയില്ലാത്ത കഴിച്ചു കഴിഞ്ഞാൽ ഈ റൂം തുറന്നു തരുമായിരിക്കും അല്ലേ യോങ്കേട്ടാ? എന്നും ഫ്രീ ഫുഡ് തരുമെങ്കിൽ ഞാനിവിടെ തന്നെ കിടക്കാൻ റെഡിയാ. സ്വാഭാവികം. എടാ കുക്കി, ജിന്നേട്ട് ഇപ്പൊ നല്ല മൂടില്ല. ചോദിക്ക്. ഇപ്പൊ ചോദിക്കേണ്ടെന്ന് അത്തയ്യേട്ടൻ ഐൻസ്റ്റീൻ പറഞ്ഞു. ഇതെന്റെ ഐഡിയ ആയതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ കേൾക്കേണ്ടി വരും. എന്ത് വലിയ മരണാലേ നമ്മുടെ തലേന്ന് ഒഴിഞ്ഞു പോയ. ഒരു മിനിറ്റും കൂടെ വൈകിയായിരുന്നെങ്കിൽ എന്തായേനല്ലേ ജിന്നേട്ടാ? ഈ 6 മരണങ്ങളെ എങ്ങനെ തലേന്ന് ഒഴിവാക്കാന്നോ ഞാൻ ആലോചിക്കുന്നത്. എല്ലാം ജിന്നേട്ടന്റെ ഐശ്വര്യം കൊണ്ടാ. ഏയ് അങ്ങനെയൊന്നുമില്ലടാ. അങ്ങനെയൊക്കെ ഉണ്ട് ജിന്നേട്ടാ. ദേ തുടങ്ങിയാവും പിന്നെയും തീറ്റ. നീയാണ് പാവം ജിന്നേട്ടനെ ഇങ്ങനെ ഇട്ട് മുട്ടിപ്പിക്കുന്നത്. വിശന്ന പട്ടിണി കിടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഓ, ഇവന്റെ വയറ്റിൽ ട്രെയിൻ ഓടിച്ച് കളിക്കണ കൊക്കപ്പുഴ കാരണം കഷ്ടപ്പെടുന്നത് പാവം നമ്മുടെ ജിന്നേട്ടന്. അതെന്താ ആ ട്രെയിൻ ജിന്നേട്ടനാണോ ഓടിക്കുന്നത്? വേണ്ടി വന്ന ജിന്നേട്ടന് അത് ഓടിക്കും. നിനക്ക് അറിയില്ല വലിയ മനുഷ്യന്റെ കഴിവ്. അത് ഉള്ളിക്ക് സുഖിച്ച് കാണും. മരപ്പാഴ് പോലെ ഇരിക്കാതെ അയാളെ പൊക്കിനാലും വർത്താനം പറയട കുക്കി. എന്നെ കൊണ്ടൊന്നും പറ്റില്ല നിങ്ങളെ പോലെ നട്ടാ കുരുക്കാത്ത നോണ പറയാൻ. ഓ, ഒരു കോമളവാതനൻ വന്നേക്കുന്നു. എന്റെ പേര് ശരിക്കും കോമളൻ എന്നായിരുന്നെങ്കിലും കോംപ്ലാൻ എന്ന് വല്ലതായിരുന്നെങ്കിൽ ജിമിനും യുങ്ങിക്കും കുറച്ച് കൊടുക്കാറുണ്ട്. ഇതിന്റെ സ്റ്റോക്കൊക്കെ മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത്രയും ഊള കോമഡി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ജിന്നേട്ടാ, യു ആർ ഗ്രേറ്റ്. ഇന്നലെ ജിന്നേട്ടൻ പറഞ്ഞത് ജിന്നേട്ടൻ ഒരു എരപ്പാളിയാണല്ലേ. ഇവനെ എത്രയും പെട്ടെന്ന് ഈ ഷോയിൽ എലിമിനേറ്റ് ചെയ്യേണ്ടതാണ്. ഒരു കാര്യമില്ലാതെ എന്നോട് സ്നേഹം കാണിക്കുന്നു. പച്ചവെള്ളം പോലും തരാത്തവൻ ഫുഡ് വായിൽ വെച്ച് തരുന്നു. എൻ്റെ ഓഞ്ഞ കോമഡിക്ക് ചിരിക്കുന്നു. എനിക്ക് എന്തോ വലുത് വരാൻ പോകുന്നുണ്ട്. ഇവന്മാരെന്നെ കൊല്ലാനുള്ള പ്ലാനായിരിക്കും. എൻ്റെ ഓർഗൻസ് എടുക്കാൻ, എൻ്റെ റിവാർഡ് തട്ടിയെടുക്കാൻ. ഒരു നമ്പറും കൂടി ഇട്ട് നോക്കാം. ജിന്നേട്ടനെന്താ ആലോചിക്കണേ? അല്ല, നമ്മൾ ഹോട്ടലിൽ പോകുന്നതിന് മുമ്പ് കഴിച്ച പ്ലേറ്റ് ഒന്നും കഴുകിയിട്ടില്ലല്ലോ എന്ന് ഓർത്തതാ. അശ്ശോ, അത്ര ഉള്ള കാര്യം. അത് ഞങ്ങൾ കഴുകൂലേ. ജിന്നേട്ടനവിടെ വെറുതെ ഇരി. സത്യം. പിന്നല്ല, ആര് കഴുകണ കാര്യം അവൻ പറയണേ? അവൻ തന്നെ അല്ലാണ്ടാരെ. ഭക്ഷണം കഴിച്ചാൽ കൈ കഴുകാത്തവൻ പാത്രം കഴുകാന്ന് പറയുന്നു. എന്നെ പട്ടടയിലോട്ടെടുക്കാനുള്ള എന്തോന്ന് വരുന്നുണ്ട്. എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്. നിങ്ങളായി നിങ്ങളുടെ പാടായി. ക്വൈറ്റ് നാച്ചുറൽ. ജിന്നേട്ടാ, നമുക്ക് കുറച്ച് കഴിഞ്ഞ് കിടക്കാം അല്ലേ? പോരാ, എനിക്ക് കിടക്കണം. കുക്കി, നീ എൻ്റെ കൂടെ കിടന്നാൽ മതി. ഓക്കെ. കുരുത്തം കെട്ടവനാണെങ്കിലും നിഷ്കളങ്കന. അവന്മാരായിട്ട് പറയുന്നതിന് മുമ്പ് കാര്യം അറിയണമെങ്കിൽ കുക്കീനെ തന്നെ വിളിക്കേണ്ടി വരും. തൊപ്പിട്ടിരുന്ന കഷണ്ടി വരില്ല. പോടാ അവിടുന്ന്. ഓക്കെ, ഞാൻ പോയി കിടക്കട്ടെ. ഇരിക്കടാ അവിടെ. നിങ്ങൾ പേടിക്കേ വേണ്ട, ഞാൻ കൊളാക്കൂല. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടേ ഞാൻ പുറത്തു വരുള്ളൂ. അതിന് ഇവൻ നാളെ പുറത്തു വരുമെന്ന് എൻ്റെ ഡൗട്ട്. ജിന്നേട്ടൻ ചവിട്ടി കൊന്നില്ലെങ്കിൽ കാണാം. അവസാനത്തെ കച്ചിത്തുരുമ്പ. ഇവനായിട്ട് കൊളവാക്കാതിരുന്നാൽ മതിയായിരുന്നു. എന്റെ 6th സെൻസ് പറയുന്നുണ്ട് ഇത് ജിന്നേട്ടൻ സമ്മതിക്കും, ഉറപ്പാ. മണ്ടന്മാര്, ഇത് ഞാൻ കോളാക്കി കൈ കൊടുക്കും. ഇന്നാ കുറ്റം നിന്നാ കുറ്റം തിരുമേനി ഏർപ്പാടാക്കിയ കുറ്റം എല്ലാത്തിനും കുറ്റം. അങ്ങനെ എന്റെ ചേട്ടനെ പിഴിഞ്ഞ് ഇവന്മാരിൽ സൂഹിക്കണം. ആ കുരിപ്പൊന്ന് അകത്തോട്ട് വന്നായിരുന്നെങ്കിൽ 2 പൊട്ടിച്ചിട്ട് കാര്യം ചോദിക്കായിരുന്നു. ആ കുക്കി വരുന്നു. ഇത് കൊളാക്കാൻ എന്താ ഒരു വഴിയുണ്ട്.